ഗുഡ് മോർണിംഗ് എവരിവൺ. സംഘാടനം എന്ന പാഠഭാഗത്തിലെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അഥവാ സംഘടനാ സംവിധാനം എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. സംഘടനാ സംവിധാനം അഥവാ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന വിവിധ മാനേജ്മെൻറ്റ് തലങ്ങൾ ഉൾപ്പെടുന്ന ചട്ടക്കൂടിനെ സംഘടനാ ഘടന അഥവാ സംഘടനാ സംവിധാനം എന്ന് നമ്മൾ പറയും. ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ നടന്നു പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ മാനേജ്മെൻറ്റിന് പല തലങ്ങളിലായി വേർതിരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ബിസിനസ്സിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന വിവിധ മാനേജ്മെൻറ്റ് തലങ്ങൾ ഉൾപ്പെടുന്ന ചട്ടക്കൂടിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ വിവിധ പദവികൾക്കും പ്രവർത്തനങ്ങൾക്കുമിടയിലുള്ള ബന്ധത്തെ വ്യക്തമാക്കുന്ന ഒരു സംവിധാനം കൂടെയാണെന്ത്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എത്രയൊക്കെ ഘടകങ്ങളുണ്ടോ ആ ഘടകങ്ങളെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതിലൂടെയാണ്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ സംഘടനാ സംവിധാനത്തിലൂടെയാണ്. അപ്പം ഒരു സ്ഥാപനത്തിലെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന വിവിധ മാനേജ്മെൻറ്റ് തലങ്ങൾ ഉൾപ്പെടുന്ന ചട്ടക്കൂടിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, പല തരത്തിൽ സംഘടനാ സംവിധാനങ്ങളുണ്ട്. പ്രവർത്തനങ്ങളുടെ സ്വഭാവമനുസരിച്ച് രണ്ട് തരത്തിലുള്ള സംഘടനാ സംവിധാനങ്ങളാണുള്ളത്. ഒരു ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ സ്വഭാവമനുസരിച്ച് രണ്ട് തരത്തിലുള്ള സംഘടനാ സംവിധാനങ്ങളാണുള്ളത്. ഒന്നാമത്തതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ സ്ട്രക്ചർ അഥവാ ഫങ്ഷണൽ ഘടന. രണ്ടാമത്തതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിവിഷണൽ സ്ട്രക്ചർ അഥവാ ഡിവിഷണൽ ഘടന. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഫങ്ഷണൽ സ്ട്രക്ചറും അതുപോലെ തന്നെ എന്താണ്? ഡിവിഷണൽ സ്ട്രക്ചറും. ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ സംഘടനാ സംവിധാനത്തെ അതിൻ്റെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫങ്ഷണൽ സ്ട്രക്ചറും രണ്ട് ഡിവിഷണൽ സ്ട്രക്ചറും. ഓക്കെ, ഇനി ശ്രദ്ധിക്കൂ. സ്ക്രീനിൽ കാണുന്നത് ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ ഘടനയാണ്. ജനറൽ മാനേജർ, പിന്നെ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, അതുപോലെ തന്നെ എന്താണ്? സെയിൽസ് അല്ലെങ്കിൽ പേഴ്സണൽ, അല്ലേ? എന്താണ് ഈ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ രൂപീകരിക്കുകയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു തലവനെ നിയമിക്കുകയും ചെയ്യുന്ന ഘടനാരൂപമാണ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എത്ര പ്രവർത്തനങ്ങളുണ്ടോ അല്ലെങ്കിൽ എത്ര ജോലികളുണ്ടോ ഈ ജോലികളെയെല്ലാം നമ്മൾ എന്ത് ചെയ്യാം? ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് വേർതിരിക്കുക. എന്നിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും നമ്മൾ ചുമതല ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു തലവനെ നമ്മൾ ഏൽപ്പിക്കുക. ആ രീതിയിലാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഘടനയുണ്ടാക്കുന്നത് എങ്കിൽ അത്തരം സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ഘടനയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ സ്ട്രക്ചർ. എന്താണ് ഫങ്ഷണൽ സ്ട്രക്ചർ? നിങ്ങൾക്ക് അതിൻ്റെ ഘടന നോക്കുമ്പോൾ മനസ്സിലാകും ഏതൊക്കെയാണ് വരുന്നത്. പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഫിനാൻസ്, പേഴ്സണൽ, ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും. ഇതൊക്കെ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളാണ്. ഈ പ്രവർത്തനങ്ങളെയെല്ലാം നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആക്കുക. എന്നിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാം ചുമതല നമ്മൾ ഓരോ തലവന്മാരെ ഏൽപ്പിക്കുക.
ഈ രീതിയിലാണ് ഒരു സ്ഥാപനത്തിന് സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് എങ്കിൽ അത്തരം സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫങ്ഷണൽ സ്ട്രക്ചർ. ഫങ്ഷണൽ സ്ട്രക്ചർ. ഓക്കെ. അതായത് നമുക്കതിനൊരു ഉദാഹരണം പറയാം. ഒരു നിർമ്മാണ കമ്പനി, നമുക്കവിടെ ഒരു പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇവയെല്ലാം നമുക്ക് ആ സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഒരു വ്യാപാര സ്ഥാപനത്തിലാവുന്ന സമയത്ത് പർച്ചേസിങ്, സെയിൽസ്, വെയർ ഹൗസിങ് തുടങ്ങിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാവും അല്ലേ? ഇപ്പോൾ ഇവ ഓരോന്നിനെയും നമ്മൾ വീണ്ടും വീണ്ടും പല ജോലികളായിട്ട് തിരിക്കുക, അതുപോലെ തന്നെ പല പ്രവർത്തനങ്ങളായി തിരിക്കുക, ഈ പ്രവർത്തനങ്ങളെയെല്ലാം നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കുക. ഇങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണോ ആ പ്രവർത്തനങ്ങളെയെല്ലാം ഗ്രൂപ്പ് തിരിച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കുക, ഡിപ്പാർട്ട്മെൻറ്റുകളെ ഓരോ വ്യക്തികളെ അല്ലെങ്കിൽ ഓരോ തലവന്മാരെ ഏൽപ്പിക്കുക. അപ്പം ഈ രീതിയിലുള്ള ഒരു സംഘടനാ സംവിധാനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ടീച്ചർ നേരത്തെ പറഞ്ഞു, എന്താണ് അതിനെ നമ്മൾ വിളിക്കുന്ന പേര്? ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഓക്കെ. ഒന്നുകൂടെ ചുരുക്കി ടീച്ചർ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് അവയെ ഓരോ തലവന്മാരെ ഏൽപ്പിക്കുക. ഓക്കെ. എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ജോലിയെ നമ്മൾ എങ്ങനെയാക്കി തിരിക്കുക? ഗ്രൂപ്പാക്കി തിരിക്കുക. അതിനെ ഓരോ ഗ്രൂപ്പുകളെയും ഓരോ തലവന്മാരെ നമ്മൾ ഏൽപ്പിക്കുക. ഈ രീതിയിൽ നമ്മൾ കൊണ്ടുവരുന്ന സംഘടനാ സംവിധാനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഓക്കെ. നെക്സ്റ്റ് നോക്കൂ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിവിഷണൽ സ്ട്രക്ചർ. ഡിവിഷണൽ ഘടന എങ്ങനെയാണെന്ന് കണ്ടോ? ഡിവിഷണൽ ഘടന: ചീഫ് എക്സിക്യൂട്ടീവ്, പേഴ്സണൽ, ഓട്ടോമൊബൈൽ, ഫിനാൻസ്, റെഫ്രിജറേറ്റർ, മാർക്കറ്റിംഗ്, ഇതിന് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വരാം. ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാം? പ്രവർത്തനങ്ങൾ കുറേ ഡിവിഷനുകളുടെ അടിസ്ഥാനത്തിലാണ് ഗ്രൂപ്പ് തിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്? ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറേ ഡിവിഷനുകളുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് തിരിക്കുക. ഈ ഡിവിഷൻ ഉൽപ്പന്നങ്ങളുടെയോ പ്രദേശങ്ങളുടെയോ അടിസ്ഥാനത്തിലായിരിക്കും തരംതിരിക്കുന്നത്. ഈ ഡിവിഷനുകളെ നമ്മൾ എങ്ങനെയാണ്? ഉൽപ്പന്നങ്ങളുടെയോ പ്രദേശങ്ങളുടെയോ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് തിരിക്കുക. അത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് എങ്ങനെയാ മക്കളെ പറയാം? ഒരു സ്ഥാപനം ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘാടനം നിർവഹിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിവിഷണൽ ഓർഗനൈസേഷൻ. അതാണ് കുറച്ചുകൂടെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു ബിസിനസ് സ്ഥാപനം എത്ര ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ആ ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തുണ്ടാക്കുക? നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കുക. ഒരു ബിസിനസ് സ്ഥാപനം എത്ര ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ ആ ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് തിരിക്കുക? സ്ട്രക്ചർ ഉണ്ടാക്കുക. നമ്മൾ അത്തരത്തിലുള്ള സ്ട്രക്ചറിനെ അല്ലെങ്കിൽ സംഘടനാ സംവിധാനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിവിഷണൽ സ്ട്രക്ചർ. എന്താണ്? ഡിവിഷണൽ സ്ട്രക്ചർ. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ ടീച്ചർ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ഓർഗനൈസേഷൻ സ്ട്രക്ചർ, സംഘടനാ സംവിധാനം രണ്ട് രീതിയിൽ ഉണ്ട്. ഒന്ന് ഫങ്ഷണൽ സ്ട്രക്ചറും രണ്ടാമത്തെ എന്താണ്? ഡിവിഷണൽ സ്ട്രക്ചറും. ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗ്രൂപ്പ് തിരിക്കുക. ഓരോ ഗ്രൂപ്പിനെയും ഓരോ തലവന്മാരെ ഏൽപ്പിക്കുക. ഇത്തരത്തിലുള്ള സംഘടനാ സംവിധാനമാണെന്ത്? ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാപനം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘാടനം നിർവഹിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്താണ്? ഡിവിഷണൽ സ്ട്രക്ചർ. ഓക്കെ. നെക്സ്റ്റ്
ശ്രദ്ധിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗമാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഔപചാരിക സംഘടന എന്ന് പറയും ഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷന് അനൗപചാരിക സംഘടന എന്നും പറയും. എന്താണ് ഔപചാരിക സംഘടന, എന്താണ് അനൗപചാരിക സംഘടന? ശ്രദ്ധിക്കൂ. ഒരു പൊതു ലക്ഷ്യം നേടുന്നതിനായി രണ്ടോ അതിലധികമോ വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ ബോധപൂർവം ഏകോപിപ്പിക്കുമ്പോൾ ആ സംഘടന ഔപചാരികമെന്ന് പറയും. എന്താണ്? ഒരു പൊതു ലക്ഷ്യം നേടാനായി, ഒരു സ്ഥാപനമാകുമ്പം പൊതു ലക്ഷ്യമാണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഒരു പൊതു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് ഒന്നിലധികം വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക. അപ്പോൾ ഒരു പൊതു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് ഒന്നോ അതിലധികമോ വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ നമ്മൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ ഇൻഫോർമൽ എന്തായി മാറും മക്കളെ? ഇൻഫോർമൽ എന്താ? ഫോർമൽ അല്ലാത്തതാണ് ഇൻഫോർമൽ അല്ലേ? നോക്കാം. ജോലിക്കാർക്കിടയിൽ അല്ലെങ്കിൽ ജോലിക്കിടയിൽ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെയും അഭിരുചികളുടെയും അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്ന സൗഹാർദ്ദത്തിൻ്റെയും പൊതു താല്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വളർന്നു വരുന്ന വ്യക്തിപരവും സാമൂഹ്യപരവുമായ ബന്ധങ്ങളാണ് അനൗപചാരിക സംഘടനയിൽ. ഇനി ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിനുള്ളിൽ ജോലിക്കാർക്കിടയിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കിടയിൽ പരസ്പര സൗഹാർദ്ദത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ പൊതു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നു വരുന്ന വ്യക്തിപരമായ അല്ലെങ്കിൽ സാമൂഹികപരമായ ബന്ധങ്ങളാണെന്ത്? അനൗപചാരിക സംഘടന എന്ന് പറയുന്നത്. ഒരു ബിസിനസ് സ്ഥാപനത്തിനുള്ളിൽ കുറച്ച് വ്യക്തികൾ കൂടി ചേർന്നുകൊണ്ട് അവർ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക, അല്ലെങ്കിൽ അവരുടെ കുറച്ചാളുകൾ കൂടി ചേർന്നുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ എന്താണ് ഏതെങ്കിലും രീതിയിലുള്ള ക്ലബ്ബുകൾ രൂപീകരിക്കുക, അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഒരുമിപ്പിച്ച് ചെയ്യുക. ഇതൊക്കെ എന്തിൽ പെടുന്നതാണ്? ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ വരുന്നതാണ്. ഒന്ന് ഫോർമൽ എന്ന് പറഞ്ഞാൽ തികച്ചും ഔപചാരികമായി ഉണ്ടാകുന്നതാണ്. വ്യക്തികളുടെ പരസ്പര ബന്ധങ്ങളിൽ നിന്നുണ്ടാകുന്നതല്ല. എന്നാൽ വ്യക്തികളുടെ പരസ്പര ബന്ധങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് ഇൻഫോർമൽ. അവിടെയാണ് വ്യത്യാസം. ഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ഔപചാരികമായി ഉണ്ടാകുന്നതാണ്. സ്ഥാപനത്തിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ഥാപനത്തിന് ആളുകളുടെ ഇടയിൽ സമത്വം കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ ഉണ്ടാവുന്നതാണ് ഫോർമലായിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ പരസ്പര ബന്ധങ്ങളിൽ നിന്നും സ്വയം വരുന്ന സംഘടനയാണ്. വ്യക്തികളുടെ പരസ്പര ബന്ധങ്ങളിൽ നിന്നും സ്വയം വരുന്ന സംഘടനയാണ് അനൗപചാരിക സംഘടന. ഓക്കെ. അപ്പോൾ എന്താണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ പൊതു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് രണ്ടോ അതിലധികമോ വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ ബോധപൂർവം ഏകോപിപ്പിക്കുന്ന സംഘടനകളെയാണ് നമ്മൾ ഔപചാരിക സംഘടന എന്ന് പറയുന്നത്. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ പരസ്പര ബന്ധങ്ങളിൽ നിന്ന് സ്വയം വരുന്ന സംഘടനയാണെന്ത്? അനൗപചാരിക സംഘടന എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ്. നോക്കൂ, ഒന്നാമത്തെ വ്യത്യാസം എന്താണ്? ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉന്നത മാനേജ്മെൻറ്റ് മനഃപൂർവ്വം രൂപീകരിക്കുന്നതാണ്. ഉന്നതതല മാനേജ്മെൻറ്റ്
മനഃപൂർവ്വം രൂപീകരിക്കുന്ന ഒന്നാണ് ഫോർമൽ ഓർഗനൈസേഷൻ. എന്നാൽ ഇൻഫോർമൽ എന്ന് പറഞ്ഞാലോ സാമൂഹികമായ ഇടപെടലുകളിൽ നിന്ന് സ്വാഭാവികമായി ഉത്ഭവിക്കുന്നതാണ്. അതായത് രണ്ട് വ്യക്തികളുടെ ഇടയിൽ നിന്ന് അവരുടെ ബന്ധത്തിൻ്റെ പുറത്ത് രൂപീകരിക്കുന്നതാണെന്ത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ വ്യത്യാസം നോക്കൂ. സ്ഥാപനത്തിൻ്റെ നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ഫോർമൽ ഓർഗനൈസേഷൻ രൂപീകരിച്ചിട്ടുള്ളത്. ഒരു ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എന്താണോ അത് നേടിയെടുക്കുക. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു ബിസിനസ് സ്ഥാപനത്തിൽ തൊഴിലാളികളുടെ സാമൂഹികവും സാംസ്കാരികവുമായ ആവശ്യങ്ങൾ നിറവേറ്റുക. ഒരു ബിസിനസ് സ്ഥാപനമാകുന്ന സമയത്ത് വ്യക്തികൾ വെറും ജോലി ചെയ്യുക, അതുപോലെ തന്നെ അവർ ഏൺ ചെയ്യുക എന്നുള്ളത് മാത്രമല്ലല്ലോ അല്ലേ. അവർക്ക് സാമൂഹികപരമായിട്ടുള്ള ബാധ്യതകളുണ്ടാവും, സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹികപരവും സാംസ്കാരികപരവുമായ ജീവനക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ഉദ്ദേശം. ഓക്കെ, ഇനി നോക്കൂ അടുത്ത വ്യത്യാസം. ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഘടന എങ്ങനെയുള്ളതാണ്? ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർവചിക്കപ്പെട്ട അധികാര ഉത്തരവാദിത്ത ബന്ധമാണ്. അതായത് സ്ഥാപനം തീരുമാനിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഘടന എങ്ങനെയാണ് എന്ന്. അപ്പം സ്ഥാപനം തീരുമാനിച്ച തരത്തിലായിരിക്കും ഒരു ഫോർമൽ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുക. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. എന്താണ്? വികാരങ്ങളുടെയും മനോഭാവങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഫോർമൽ ഓർഗനൈസേഷനിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ഘടന. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഘടന എങ്ങനെയുള്ളതാണ്? വികാരങ്ങളുടെയും മനോഭാവങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. വികാരങ്ങളുടെയും മനോഭാവങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. അടുത്ത വ്യത്യാസം നോക്കൂ. നാലാമത്തെ വ്യത്യാസം ശ്രദ്ധിക്കൂ. നാലാമത്തെ വ്യത്യാസം എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? ആശയവിനിമയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ഫോർമൽ ഓർഗനൈസേഷനിൽ ഔദ്യോഗികമായ ആശയ സംവിധാനം ഉണ്ടായിരിക്കും. അതായത് ആര് ആരോട് എപ്പോൾ എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഔദ്യോഗികമായ ഒരു ആശയവിനിമയ സംവിധാനം ഉണ്ടായിരിക്കും. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അംഗങ്ങൾ എത്ര പേരുണ്ടോ അവരുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ആശയവിനിമയം നടത്താം. അതിനുള്ളൊരു സംവിധാനമുണ്ട്. ഫോർമൽ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായ ആശയവിനിമയ സംവിധാനമാണ്. അതായത് മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നതാണ് അല്ലേ. അപ്പം ആരോട് എപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് നിർവചിച്ചിട്ടുണ്ടാവും. ബട്ട് ഇൻഫോർമൽ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം മെമ്പേഴ്സിന്, അതായത് അംഗങ്ങളുടെ താല്പര്യമനുസരിച്ച് അവരുടെ സൗകര്യമനുസരിച്ച് നമുക്ക് എന്ത് നടത്താം? ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്താവുന്നതാണ്. അഞ്ചാമത്തെ ഡിഫറൻസ് ശ്രദ്ധിക്കൂ മക്കളെ. നേതൃത്വത്തെ ബേസ് ചെയ്തിട്ടാണ്. മാനേജർമാർ തൊഴിലാളികൾക്ക് നേതൃത്വം നൽകുന്നു. ഫോർമൽ ഓർഗനൈസേഷനിൽ മാനേജർമാർ തൊഴിലാളികൾക്ക് എന്ത് നൽകുന്നു? നേതൃത്വം നൽകുന്നു. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ എങ്ങനെയാണ്? മെമ്പർമാർ സ്വമേധയാ നേതാക്കളെ നിശ്ചയിക്കുന്നു. ഇൻഫോർമലിൽ അങ്ങനെ തീരുമാനങ്ങളൊന്നുമില്ല. മെമ്പേഴ്സ് എന്ത് ചെയ്യും? അവിടെ നേതാക്കളെ നിശ്ചയിക്കുകയാണ് ചെയ്യുക. അവർക്ക് ആര് വേണം എന്ന് അവർ നിശ്ചയിക്കുന്നു. എന്നാൽ ഫോർമൽ ഓർഗനൈസേഷനിൽ എന്താണ്? മാനേജർമാരാണ് തൊഴിലാളികൾക്ക് നേതൃത്വം നൽകുന്നത്. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ മെമ്പർമാർ സ്വമേധയാ ആരെ നിശ്ചയിക്കുന്നു? നേതാക്കളെ നിശ്ചയിക്കുന്നു.
ഓക്കെ, ഇതാണ് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്തത് ശ്രദ്ധിക്കും. അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡെലിഗേഷൻ ആണ്. എന്താണ് ഡെലിഗേഷൻ? ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പ്രധാനമായിട്ടും ജോലി സുപ്പീരിയർ ഓഫീസർമാർക്ക് ജോലി ഉണ്ടാകുന്ന സമയത്ത് അവർ അവരുടെ ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടി തങ്ങളുടെ കീഴിലുള്ള ആളുകൾക്ക് എന്തു കൊടുക്കും? തങ്ങളുടെ അധികാരം നൽകും, ജോലി ചെയ്യാൻ നൽകും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെലിഗേഷൻ അഥവാ ഏൽപ്പിച്ചു കൊടുക്കൽ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ഡെഫിനിഷൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു അർത്ഥത്തിൻ്റെ രൂപത്തിൽ നമ്മൾ ഡെലിഗേഷൻ അഥവാ ഏൽപ്പിച്ചു കൊടുക്കൽ എന്താണെന്ന് ചോദിച്ചാൽ, മേലധികാരികൾ തങ്ങളുടെ ജോലിയുടെ ഒരു ഭാഗം കീഴ് ജീവനക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡെലിഗേഷൻ അഥവാ ഏൽപ്പിച്ചു കൊടുക്കൽ. അല്ലേ? മേധാവിമാർ തങ്ങളുടെ കീഴിലുള്ളവർക്ക് ജോലി നിശ്ചയിച്ചു നൽകുക. മേധാവികൾ അല്ലെങ്കിൽ മേധാവിമാർ തങ്ങളുടെ ജോലിയുടെ ഒരു ഭാഗം ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അധികാരം ഏൽപ്പിച്ചു കൊടുക്കൽ. ഓക്കെ, ഇനി ഈ അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് പ്രധാനമായിട്ടും 3 ഘടകങ്ങളുണ്ട്. അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് പ്രധാനമായിട്ടും 3 ഘടകങ്ങൾ. അതിലൊന്നാമത്തെ ഘടകമാണ് അസൈൻമെൻറ്റ് റെസ്പോൺസിബിലിറ്റി. അസൈൻമെൻറ്റ് റെസ്പോൺസിബിലിറ്റി. അസൈൻമെൻറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റെടുത്ത ജോലി തൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ചെയ്തു തീർക്കുന്നതിന് ഒരു കീഴ്ജീവനക്കാരനുള്ള ബാധ്യതയാണ് അസൈൻമെൻറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ആർക്കാണോ ജോലി ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആ ജോലി അയാൾ കൃത്യമായി എന്ത് ചെയ്യണം? ചെയ്തു തീർക്കണം. അത് ചെയ്യാനുള്ള അയാളുടെ ഉത്തരവാദിത്വമാണെന്ത്? അസൈൻമെൻറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അസൈൻമെൻറ്റ് റെസ്പോൺസിബിലിറ്റി. ഏറ്റെടുത്ത ജോലി തൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ചെയ്തു തീർക്കുന്നതിന് ഒരു കീഴ്ജീവനക്കാരനുള്ള ബാധ്യതയാണ് ഉത്തരവാദിത്വം അഥവാ അസൈൻമെൻറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘടകം എന്താണ്? ഗ്രാൻറ്റിംഗ് അതോറിറ്റി. ഗ്രാൻറ്റിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ അധികാരം അനുവദിക്കുക. അധികാരം അനുവദിക്കുക. നമ്മൾ ഒരു ജോലി ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം പോരാ, അത് കൃത്യമായ രീതിയിൽ ചെയ്ത് തീർക്കാനുള്ള അവകാശവും കൂടെ നമ്മൾ നൽകണം. ഒരു ജോലി ഒരാളെ ഏൽപ്പിച്ചാൽ മാത്രം പോരാ, അത് കൃത്യമായ രീതിയിൽ അയാൾ ചെയ്തു തീർക്കാനുള്ള അധികാരം കൂടെ നമ്മൾ കൊടുക്കണം. വേണ്ടേ? കൽപ്പനകൾ നൽകാനുള്ള അവകാശവും അനുസരിപ്പിക്കാനുള്ള ശക്തിയുമാണ് അധികാരം. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഗ്രാൻറ്റിംഗ് അതോറിറ്റി. അധികാരം അനുവദിക്കുക. മൂന്നാമത്തേത് എന്താണ്? ക്രിയേറ്റിംഗ് അക്കൗണ്ടബിലിറ്റി. ഇപ്പം നമ്മൾ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചു, അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു തീർത്താൽ മാത്രം പോരാ, നമ്മളത് ചെയ്തതിന് ആരോടാണോ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആരോടാണോ നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ടത് അയാളോടത് നമ്മൾ പറഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു മാനേജറാണ് നമ്മുടെ ജോലി ഏൽപ്പിച്ചത്, അപ്പോൾ അത് കൃത്യമായ സമയത്ത് നമ്മളത് ചെയ്തു തീർത്താൽ ആ വിവരം നമ്മൾ ആരോട് പറഞ്ഞിരിക്കണം? മാനേജറോട് പറഞ്ഞിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത് ക്രിയേറ്റിംഗ് അക്കൗണ്ടബിലിറ്റി. ചുമതല അല്ലെങ്കിൽ കണക്ക് പറയുക എന്ന് പറയണം. ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റുകയോ അല്ലെങ്കിൽ അധികാരം വിനിയോഗിക്കുകയോ ചെയ്താൽ അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കൃത്യസമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ സമർപ്പിക്കണം. ഓക്കെ, ഇങ്ങനെ 3 ഘടകങ്ങളാണ് ഏതിനുള്ളത്? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിക്കുള്ളത്. അപ്പം ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ 3 ഘടകങ്ങളാണുള്ളത്. ഒന്ന് അസൈൻമെൻറ്റ് റെസ്പോൺസിബിലിറ്റി, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം. രണ്ടാമത്തത് ഗ്രാൻറ്റിംഗ് അതോറിറ്റി, അധികാരം അനുവദിക്കുക.
മൂന്നാമത്തത് ക്രിയേറ്റിംഗ് അക്കൗണ്ടബിലിറ്റി. എന്ത് പറയാം, നമ്മൾ കണക്ക് നമ്മൾ പറയുക. ഓക്കെ, അപ്പം ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? എന്താണ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മേലധികാരികൾ അല്ലെങ്കിൽ മേലധികാരി തങ്ങളുടെ ജോലിയുടെ ഒരു ഭാഗം കീഴ് ജീവനക്കാരന് ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു മേലധികാരി തൻ്റെ ജോലിയുടെ ഒരു ഭാഗം കീഴ് ജീവനക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. 3 ഘടകങ്ങൾ: 1 ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം, 2 അധികാരം അനുവദിക്കുക, 3 കണക്ക് പറയുക. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ, ഏൽപ്പിച്ചു കൊടുക്കൽ, അതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? ഏൽപ്പിച്ചു കൊടുക്കലിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രാധാന്യം എന്താണെന്നറിയോ? ഉന്നത എക്സിക്യൂട്ടീവുകളുടെ ജോലി ഭാരം കുറയുന്നു, അല്ലേ? മേലധികാരികൾ തങ്ങളുടെ ജോലി കീഴ് ജീവനക്കാർക്ക് കൊടുക്കുന്ന സമയത്ത് എന്താണ്, ഈ മേലധികാരികൾക്കുള്ള ജോലി ഭാരം അവിടെ എന്താവും? കുറയും, ഇല്ലേ? 2, വിദഗ്ധമായ സേവനം കൈവരുത്താൻ മാനേജർമാരെ പ്രാപ്തമാക്കുന്നു. ഇപ്പം നമ്മുടെ ജോലിഭാരം കുറയുന്ന സമയത്ത് നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരാൻ, നല്ല സേവനങ്ങൾ കൈവരുത്താൻ നമ്മളെ മാനേജർമാർക്ക് പ്രാപ്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജോലി നിർവഹണം മെച്ചപ്പെടുത്താനും തൊഴിലാളികളുടെ നല്ല നല്ല ശേഷികൾ വളർത്തുവാനും ഇത് കീഴ് ജീവനക്കാർക്ക് ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒന്നാണ്. അപ്പം നമ്മുടെ മേലുദ്യോഗസ്ഥൻ നമ്മളൊരു ജോലി ഏൽപ്പിക്കുകയാണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ ചെയ്യാനുള്ളൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആവും അത്, അല്ലേ? ഇപ്പം ജോലി നിർവഹണം നല്ല രീതിയിൽ ചെയ്യാനും മെച്ചപ്പെടുത്താനും നമുക്കതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുപ്പക്കാരായ എക്സിക്യൂട്ടീവുകൾക്ക് പഠിക്കാനും പരിശീലനം നൽകാനും അത് അവസരമുണ്ടാക്കും. സ്ഥാപനം നല്ല രീതിയിൽ വളരാനും വികസിക്കാനും അത് പ്രാപ്തമാകുന്നു. ഒരു നല്ല ബന്ധം, ഒരു നല്ല മുതലാളി തൊഴിലാളി ബന്ധം, നല്ലൊരു സീനിയർ ഓഫീസർ കീഴുദ്യോഗസ്ഥൻ തമ്മിലുള്ളൊരു ബന്ധം, നല്ല ഒരു ജോലി ബന്ധം സൃഷ്ടിച്ചെടുക്കാനും നമുക്ക് എന്തിലൂടെ സാധിക്കുന്നുണ്ട്? ഈ ഏൽപ്പിച്ചു കൊടുക്കൽ എന്ന പ്രവർത്തനത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗമാണ് ഡീസെൻട്രലൈസേഷൻ. ഇത് 1-2 തവണ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും ഒക്കെ. എങ്കിൽ കൂടിയും ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അധികാരം നമ്മൾ കീഴ് ജീവനക്കാർക്ക് കൂടെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡീസെൻട്രലൈസേഷൻ അഥവാ വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഒരു സംഘടനയുടെ കീഴ്ത്തലങ്ങളിലേക്ക് അധികാരം വിതരണം ചെയ്യുന്നതിനെ, അങ്ങനെ പറഞ്ഞാൽ മതി. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ സംഘടനയുടെ അധികാരം കീഴ്ത്തലങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡീസെൻട്രലൈസേഷൻ അഥവാ വികേന്ദ്രീകരണം എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ കീഴ് ജീവനക്കാർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കീഴ് ജീവനക്കാർക്കാണ് കൂടുതൽ പങ്ക് എങ്കിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അവിടെ എന്തായിരിക്കും നടക്കുന്നുണ്ടാവുക? ഡീസെൻട്രലൈസേഷനാണ്. കാരണം തൊഴിലാളികളുടെ പങ്ക് വർദ്ധിപ്പിക്കുന്നതെന്തും, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ തൊഴിലാളികളുടെ പങ്ക് വർദ്ധിപ്പിക്കുന്നതെന്തും എന്താണ്? ഡീസെൻട്രലൈസേഷനാണ്, അതായത് വികേന്ദ്രീകരണമാണ്. ഓക്കെ, അടുത്തൊന്ന് നോക്കൂ മക്കളെ, ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും നോക്കുക. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞു അധികാരം ഏൽപ്പിക്കുക എന്നുള്ളതാണ്, അല്ലേ?
ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് അധികാരവും ഉത്തരവാദിത്വവും ഏൽപ്പിച്ചു കൊടുക്കലാണ് അധികാരമേൽപ്പിക്കൽ അഥവാ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അധികാരം നമ്മൾ കീഴ് ജീവനക്കാരിലേക്ക് കൈമാറ്റം ചെയ്യാം. അധികാരം നമ്മൾ വളരെ പ്ലാൻ ചെയ്ത് വളരെ ആസൂത്രിതമായി നമ്മൾ കൈമാറ്റം ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീസെൻട്രലൈസേഷൻ അഥവാ വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വ്യത്യാസം ഡെലിഗേഷൻ അഥവാ അധികാരം ഏൽപ്പിച്ചു നൽകുക എന്നുള്ളത് വ്യക്തിപരമാണ്, തികച്ചും ഇൻഡിവിജ്വലാണ്, വ്യക്തിപരമാണ്. എന്നാൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് എ കോംപ്രഹെൻസീവ്, സമഗ്രമാണ്. മൂന്നാമത്തെ വ്യത്യാസം അധികാരം ഏൽപ്പിക്കുന്ന ആൾക്കാണ് നിയന്ത്രിക്കാനുള്ള അധികാരം. ഡെലിഗേഷൻ അതിൽ പ്രധാനമായിട്ടും വരുന്നത് അധികാരം ഏൽപ്പിക്കുന്ന ആൾക്കാണ് കൺട്രോളിംഗ് പവർ ഉള്ളത്. അധികാരം ഏൽപ്പിക്കൽ അഥവാ ഡെലിഗേഷനിൽ ആരാണോ അധികാരം ഏൽപ്പിക്കുന്നത് അയാൾക്കാണ് നിയന്ത്രണാധികാരമുള്ളത്. എന്നാൽ ഡീസെൻട്രലൈസേഷൻ എന്താണ്? നിയന്ത്രണം എങ്ങനെയാണ്? പൊതുരീതിയിലാണ്. അത് ഇന്ന ആൾക്ക് എന്നൊന്നുമില്ല, പൊതുവായ രീതിയിലാണ്. അടുത്ത വ്യത്യാസം ഡെലിഗേഷനിൽ നോക്കുക. മേധാവികൾക്കും കീഴ്ജീവനക്കാർക്കും എല്ലാം തമ്മിൽ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഡെലിഗേഷനിലൂടെ മേധാവികൾക്കും കീഴ്ജീവനക്കാർക്കും തമ്മിൽ നല്ല ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? എന്നാൽ ഡീസെൻട്രലൈസേഷനിൽ ജീവനക്കാരെയും ബാധിക്കുന്നതാണ് എന്ത്? ഡീസെൻട്രലൈസേഷൻ ജീവനക്കാരെ കൂടുതൽ ബാധിക്കുന്ന ഒന്നാണ് ഡീസെൻട്രലൈസേഷൻ. ഓക്കെ, ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് എ മാനേജ്മെന്റ് പ്രോസസ്. അടുത്ത വ്യത്യാസമാണ് ടീച്ചർ പറയുന്നത്. ഒരു മാനേജ്മെന്റ് പ്രോസസ്സാണ് ഡെലിഗേഷൻ. എന്നാൽ വികേന്ദ്രീകരണം അഥവാ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ ഒരു നയമാണ്. ഒന്ന് മാനേജ്മെന്റിന്റെ പ്രോസസ് ആണെങ്കിൽ മറ്റൊന്ന് സ്ഥാപനത്തിൻ്റെ നയമാണ്. ഓക്കെ, ലാസ്റ്റ് ഡിഫറൻസ് നോക്കാം. അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളിൽ തന്നെയാണ് എന്തുണ്ടാവുക? ഉത്തരവാദിത്വം ഉണ്ടാവുക. അപ്പം ടീച്ചറാണ് വേറൊരാൾക്ക് ജോലി ഏൽപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ ടീച്ചറിൽ തന്നെയാണ് എന്തുണ്ടാവുക? ഉത്തരവാദിത്വം ഉണ്ടാവുക. ആ ജോലി തീരുന്നത് വരെ റെസ്പോൺസിബിലിറ്റി ആരെടുത്ത് തന്നെയാണ്? ടീച്ചറുടെ അടുത്ത് തന്നെയാണ് ഉണ്ടാവുക. എന്നാൽ ഡീസെൻട്രലൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഡിപ്പാർട്ട്മെന്റ് മേധാവിക്കാണ് ഉത്തരവാദിത്വം ഉണ്ടാവുക. ഓരോ ഡിപ്പാർട്ട്മെന്റിൻ്റെയും മേധാവികൾക്കാണ് എന്തുണ്ടാവുക? ഉത്തരവാദിത്വം ഉണ്ടാവുക. ഇതാണ് എന്ത്? ഇവ തമ്മിലുള്ള വ്യത്യാസം. ഏതൊക്കെ? ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ച് 2-3 തവണ നിങ്ങൾ കേൾക്കുക. ഇന്ന് ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ളത് ആദ്യം എന്താണ്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറും ഡിവിഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറും. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് ഫോമൽ ആൻഡ് ഇൻഫോമൽ ഓർഗനൈസേഷൻ, പിന്നെ ഫോമൽ ഓർഗനൈസേഷനും ഇൻഫോമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അതുപോലെ തന്നെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയുടെ എലമെൻറ്റുകൾ, അസൈൻമെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഗ്രാൻറ്റിംഗ് അതോറിറ്റി, ക്രിയേറ്റിംഗ് അക്കൗണ്ടബിലിറ്റി. ഇനി എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ, ഏൽപ്പിച്ചു കൊടുക്കലിൻ്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞു. വികേന്ദ്രീകരണം ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ്? ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പം ഈ ഒരു ഭാഗത്തോടു കൂടി ഓർഗനൈസിങ് എന്നുള്ള പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗം ചർച്ച ചെയ്യാം.